നഗരത്തിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാൻ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. പൊതുമരാമത്ത് വകുപ്പ്, ട്രാഫിക് പോലീസ്, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ട്രാഫിക് കമ്മിറ്റി നഗരസഭയിൽ ചേർന്നത്. യോഗ തീരുമാനപ്രകാരം 3 ഘട്ടങ്ങളായി നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന. കട്ടപ്പന നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് നീണ്ടു നിൽക്കാറുമുണ്ട്. ഇതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമായി. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് കമ്മിറ്റി യോഗം നഗരസഭയിൽ ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 3 ഘട്ടങ്ങളായി നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ മുനിസിപ്പൽ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. അതിൻ്റെ ആദ്യത്തെ യോഗത്തിൽ നമ്മുടെ കട്ടപ്പനയിലെ ട്രാഫിക് പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രാഫിക്കിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായ ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ അത് 2-3 തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അതിലുണ്ടായിരിക്കുന്നത്. വളരെ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന ചില മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു അധികം കാലതാമസം വരാതെ എന്നാൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നടത്താൻ കഴിയുന്ന മാറ്റങ്ങൾ, എന്നാൽ കുറച്ച് കാലതാമസം എടുക്കുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ ഒരു 3 തരത്തിൽ ആണ് നമുക്ക് ഈ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ബസ് സ്റ്റോപ്പുകളുടെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചില ട്രാഫിക് ബോർഡുകൾ, അതായത് സൈൻ ബോർഡുകളും അതോടൊപ്പം തന്നെ ഡയറക്ഷൻ ബോർഡുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വണ്ടികൾ തിരിച്ചുവിടുന്നതിന് ഉള്ള ഒരു ക്രമീകരണമൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് പോലീസ്, ട്രാഫിക്കും അതോടൊപ്പം തന്നെ സ്റ്റേഷനിലെ പോലീസും കൂടി അതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി അതിന് നിർദ്ദേശങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് മുനിസിപ്പാലിറ്റി എയുടെ നേതൃത്വത്തിലും ആ ഒരു നിർദ്ദേശങ്ങൾ, ആ നിലയിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി 2 ആഴ്ചയ്ക്കകം വീണ്ടും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗ് കൂടി അത് നടപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ മറ്റൊന്നുള്ളത് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് സൈൻ ബോർഡുകളും കാര്യങ്ങളെല്ലാം നമുക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സൈൻ ബോർഡുകളും അതോടൊപ്പം തന്നെ ദിശാ ബോർഡുകളും എവിടെയൊക്കെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി സ്ഥാപിച്ചിട്ട് നമ്മുടെ 2ാം ഘട്ടം എന്നുള്ള നിലയിലേക്ക് ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകും. അടുത്തത് 3 എന്ന് പറയുന്നത്, നമുക്ക് ചില റോഡുകൾ, ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വെള്ളയാംകുടി പള്ളിക്കവല റോഡ്, അതിപ്പോൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു റോഡാണ്. അത് നമ്മുടെ ഈ ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണ്. അപ്പോൾ ആ റോഡ് ഇപ്പോൾ ഓൾറെഡി ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് നമുക്ക് പണിത് വരുന്നതോടുകൂടി നമ്മുടെ ഒരു ട്രാഫിക് നിയന്ത്രണത്തിന് യോഗ്യമായ നിലയിൽ അതിൻ്റെ നിർമ്മാണം നടത്തണം എന്നുള്ള കാര്യത്തിൽ അത് PWD എയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരത് ആ കാര്യത്തിൽ അതിന് മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റോഡ് വന്ന് ചേരുന്നത് പള്ളിക്കവലയിലാണ്. പള്ളിക്കവലയിലും ചില മാറ്റങ്ങൾ, ഒരു കുറച്ച് മാറ്റങ്ങൾ അവിടെയും വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി, അതോടൊപ്പം തന്നെ പാറക്കടവിൽ നിന്നും ഇപ്പോൾ ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങൾ, അത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ആ റോഡിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെ നമുക്കറിയാം, ആ വളവിന് 1-2 അപകടങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്ക് വന്നിട്ട് വേറൊരു വളവും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ഭാരമുള്ള വാഹനങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിടുന്നതിന് വേറെ ഏതാണ് ഒരു മാർഗം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് PWD എയും അതോടൊപ്പം തന്നെ നഗരസഭയുടെ എയും കൂടി അതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി ഒരു ബദൽ സംവിധാനം അതിനുകൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടന്നിട്ടുണ്ട്.
അപ്പോൾ അത് റിങ് റോഡിൽ പെടുത്തി 1-2 റോഡുകൾക്ക് നമുക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേതെങ്കിലും റോഡ് ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകദേശ ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ നമ്മുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചനകൾ നടത്തിയിട്ടുള്ളത്. അടുത്ത ആഴ്ചയിൽ കൗൺസിൽ ചേർന്ന് ഈ കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം തരംതിരിച്ച് അതിൻ്റെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അതിൻ്റെ ഏതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. ഇംപ്ലിമെൻറ്റേഷന് മുമ്പ് നമ്മൾ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ, കച്ചവടക്കാരുടെ സംഘടനകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ HMTA, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, എല്ലാവരെയും കൂടെ യോഗം വിളിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. ഇതിൻ്റെ ഈ മാറ്റം വരുത്തുന്നതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി അടുത്ത 2 പൊതുമരാമത്ത് വിഭാഗം, കട്ടപ്പന ട്രാഫിക് പോലീസ്, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത്. ആദ്യഘട്ടത്തിൽ ബസ് സ്റ്റോപ്പുകളുടെ പുനഃക്രമീകരണം നടപ്പിൽ വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാറ്റം വരുത്തുവാനും തീരുമാനിച്ചു. 2ാം ഘട്ടത്തിൽ വിവിധ ഭാഗങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാൻ നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തെയും പൊതുമരാമത്ത് റോഡ് വിഭാഗത്തെയും ചുമതലപ്പെടുത്തി. ഇതിനുശേഷമായിരിക്കും ബോർഡുകൾ സ്ഥാപിക്കുക. 3ാം ഘട്ടത്തിൽ കട്ടപ്പന നഗരത്തിലേക്ക് എത്തുന്ന വിവിധ ബൈപ്പാസ് റോഡുകളുടെ നവീകരണമാണ്. ഈ തീരുമാനങ്ങളെല്ലാം അടുത്ത നഗരസഭാ കൌൺസിലിൽ അവതരിപ്പിച്ച് കൌൺസിലിന്റെ അംഗീകാരം നേടാനും തീരുമാനമായിട്ടുണ്ട്. കട്ടപ്പന നഗരത്തിലെ ഗതാഗത പരിഷ്കരണം ഘട്ടം ഘട്ടമായി നടപ്പിൽ വരുത്താനാണ് നഗരസഭയുടെ തീരുമാനം. 2ാം ഘട്ട ഗതാഗത പരിഷ്കരണ നടപടികൾക്കായി വീണ്ടും ട്രാഫിക് കമ്മിറ്റി ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യാപാരികളുടെ അഭിപ്രായങ്ങളും പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും കൂടി പരിഗണിക്കുന്നതിനായി മർച്ചന്റ് അസോസിയേഷൻ, വിവിധ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ. സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമേഴ്സ് ഹെവനിലൂടെ. പ്രൊഫഷണൽ സർവീസസ്, ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ സ്പാ, ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ്, ഹെയർ സ്ട്രെയിറ്റനിംഗ് ആൻഡ് സ്മൂത്തനിംഗ്, പെരിക്യൂർ ആൻഡ് മാനിക്യൂർ, വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം, ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ. ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കി കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന.